ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല മുരിഞ്ഞ് ക്രിസ്പിയായിട്ടുള്ള ഒരു പരിപ്പ് വട ഉണ്ടാക്കാം. ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പരിപ്പ് വട ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കപ്പ് വടപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് വടപ്പരിപ്പ് 2-3 തവണ നല്ലപോലെ ഒന്ന് കഴുകിയ ശേഷം വെള്ളം ഒഴിച്ചൊരു 2 മണിക്കൂർ കുതിർക്കാനിടാം. 2 മണിക്കൂർ കഴിഞ്ഞ് ഇതൊരു അരിപ്പയിലേക്കിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കാം. വെള്ളം വാർന്ന ശേഷം ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പരിപ്പെടുത്ത് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പരിപ്പ് ഒട്ടും വെള്ളം ചേർക്കാതെ തരിയോടുകൂടി അരച്ചെടുക്കാം. പരിപ്പ് ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് ആക്കാതെ ഇതുപോലെ തരിയോടരച്ചാൽ മാത്രമേ നമുക്ക് നല്ല ടെക്സ്ചറുള്ള പരിപ്പ് വട കിട്ടൂ. ഇനി ഇതിലേക്ക് 15 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും 3 പച്ചമുളക് കട്ട് ചെയ്തതും 6 ഉണക്കമുളക് ക്രഷ് ചെയ്തതും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും നേരത്തെ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ വടപ്പരിപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ആദ്യം നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നന്നായിട്ടൊന്ന് ഞെരിടാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങിക്കിട്ടും. ഇനി ഇത് മൊത്തത്തിൽ എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. മാവിപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ മാവ് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത ഉരുള ഒരു കൈയിൽ വെച്ച ശേഷം മറ്റേ കൈയുടെ നടുഭാഗം കൊണ്ട് പ്രസ് ചെയ്ത് വടയുടെ ഷേപ്പിലാക്കാം. വടയുടെ നടുഭാഗം ഒരുപാട് കട്ടിയായാൽ ഉള്ളു വേവില്ല. അതുകൊണ്ട് അതിനനുസരിച്ച് വേണം പ്രസ് ചെയ്യാൻ. ഇനി ഇത് വറുത്തെടുക്കാനായി എണ്ണ ചൂടാക്കാം. എണ്ണ പാകത്തിന് ചൂടായോ എന്നറിയാൻ കുറച്ച് മാവെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് നോക്കാം. മാവിന് ചുറ്റും കുമിളകൾ വന്ന് മാവ് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ പാകമായെന്നറിയാം. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓരോ വടയായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്കിട്ട ഉടനെ തന്നെ ഇത് ഇളക്കണ്ട. വടയുടെ അടിഭാഗം ചെറുതായി വെന്ത് ഒരു സൈഡിൽ ലൈറ്റായി കളർ വന്നു തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പം നിറം കുറച്ച് കുറവാണെന്ന് തോന്നുമെങ്കിലും കുറച്ച് നേരം ഇരുന്ന് മൂക്കുമ്പോൾ നല്ല പാകത്തിന് നിറം വന്നോളും. അങ്ങനെ നല്ല ക്രിസ്പിയായ നമ്മുടെ പരിപ്പ് വട വളരെ എളുപ്പത്തിൽ റെഡിയായിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു 4 മണി പലഹാരമാണിത്. നിങ്ങളും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.